വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ? താഴെ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത് ആര്? മക്കളെ, കറണ്ടിനെ കടത്തിവിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുക്കളെ കണ്ടക്ടർ, നോൺ കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്നൊക്കെ വിളിക്കാറുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എപ്പോഴാണ് ഒരാൾക്ക് കറണ്ടിനെ കടത്തിവിടാൻ പറ്റുന്നത്? ഓക്കെ, ഇപ്പം മെറ്റലുകളുടെ കേസിലാണെങ്കിൽ നമ്മൾ പറയും അവിടെ ഫ്രീ ഇലക്ട്രോണുകളുടെ സഹായത്തോടെ കറണ്ട് കടന്നു പോകുന്നു. എന്നാൽ അക്വസ് സൊല്യൂഷനിൽ ഒരാൾ എപ്പോഴാണ് കറണ്ടിനെ കടത്തിവിടുന്നത്? അയോണുകളുടെ സഹായത്തോടെയാണ് കറണ്ടിനെ കടത്തിവിടുന്നത്. ഇതിനെ നമ്മൾ അയോണിക് കണ്ടക്ഷൻ എന്നാണ് പറയുന്നത്. അക്വസ് സൊല്യൂഷനിൽ അയോണുകളുടെ സഹായത്തോടെ കറണ്ടിനെ കടത്തിവിടുന്നു. ഇതിനെ വിളിക്കുന്ന പേര് അയോണിക് കണ്ടക്ഷൻ. അറിയാലോ? എങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ? താഴെ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അക്വസ് സൊല്യൂഷനിൽ കറണ്ടിനെ കടത്തിവിടാത്തത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് മക്കളെ നമുക്കറിയാം CuSO4. അക്വസ് സൊല്യൂഷനിൽ ഇയാൾ Cu2+ SO4 2- അയോണുകളായിട്ട് മാറും. ഇനി കോമൺ സാൾട്ട് തന്നിട്ടുണ്ട് NaCl, സോഡിയം ക്ലോറൈഡ്. ഇയാൾ അക്വസ് സൊല്യൂഷനിൽ Na+, Cl- അയോണുകളായിട്ട് മാറും. ഷുഗർ എന്ന് പറഞ്ഞാൽ സൂക്രോസ് ആണ്, C12H22O11. ഇയാൾക്ക് ഒരിക്കലും അക്വസ് സൊല്യൂഷനിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അയോണുകളായിട്ട് മാറാൻ പറ്റത്തില്ല. അക്വസ് സൊല്യൂഷനിൽ കറണ്ടിനെ കടത്തിവിടാൻ സഹായിക്കുന്ന അയോണുകളാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ തന്നിരിക്കുന്ന ആളിന് അയോണുകളായിട്ട് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ അയോണുകളില്ല. അതിന്റെ അർത്ഥം അവിടെ കറണ്ടിനെ കടത്തിവിടാൻ പറ്റുന്നില്ല. അപ്പൊ താഴെ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അക്വസ് സൊല്യൂഷനിൽ കറണ്ടിനെ കടത്തിവിടാത്തത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ കാര്യം പറയാം? ഷുഗറിന്റെ കാര്യം പറയാം. കാര്യം ഷുഗറിന് അയോണുകളായിട്ട് മാറാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരിക്കലും എന്തായി മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കറണ്ടിനെ കടത്തിവിടാൻ പറ്റില്ല. ഷുഗർ ഓപ്ഷൻ 2-ലുണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ, ഏതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ ദോസ് വിച്ച്? ആരെയാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്? ഒരാളുടെ അയണൈസേഷൻ പവറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. അതായത് ഞാൻ ഇട്ട് കൊടുക്കുന്ന എല്ലാ മോളിക്യൂളുകൾക്കും അയണൈസേഷൻ നടന്നാൽ കംപ്ലീറ്റ് അയണൈസേഷൻ എന്ന് പറയുന്നു. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ? ഇനി ആദ്യമേ ആരാ ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ അക്വസ് സൊല്യൂഷനിൽ അയോണുകളായിട്ട് മാറാൻ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. അക്വസ് സൊല്യൂഷനിൽ അയോണുകളായിട്ട് മാറാൻ കഴിവുള്ള ആളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണേ? അത് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തെ ടൈപ്പിന്റെ പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ആരാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? നമ്മൾ ഇട്ട് കൊടുക്കുന്ന എല്ലാവരും അയോണുകളായിട്ട് മാറുന്നു. കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കുന്ന ആളുകളെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കുന്ന ആളുകളെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. എങ്കിൽ മക്കളെ, രണ്ടാമത്തെ ടൈപ്പ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ആരെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് അയണൈസേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ അയണൈസേഷൻ നടക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻകംപ്ലീറ്റ് അയണൈസേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ അയണൈസേഷൻ നടക്കുന്ന ആളുകളെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ ദോസ് വിച്ച് ഡിസോൾവ് റെഡിലി ഇൻ വാട്ടർ. ഓപ്ഷൻ 1 ഉണ്ട്. കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഡിസോസിയേറ്റ് ഇൻറ്റു അയോൺസ് അറ്റ് ഹൈ ഡൈല്യൂഷൻ. കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ഇൻറ്റു അയോൺസ് അറ്റ് ഓൾ ഡൈല്യൂഷൻ. ഏതൊരു തരത്തിലുള്ള ഡൈല്യൂഷൻ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അയോണുകളായിട്ട് മാറാൻ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ഓപ്ഷൻ 4 നമുക്ക് കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ആരെയാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്? ഏതൊരു തരത്തിലുള്ള ഡൈല്യൂഷനിലും മൊത്തത്തിൽ അയോണുകളായിട്ട് മാറാൻ കഴിവുള്ള ആളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇലക്ട്രോലൈറ്റ്സ് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ഡിസോസിയേറ്റ്സ് ഇൻറ്റു അയോൺസ് ബിക്കോസ്. ഞാനൊരു ഇലക്ട്രോലൈറ്റിനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ അയോണുകളായിട്ട് മാറുന്നു. എന്തുകൊണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം. ദേ ആർ അൺസ്റ്റേബിൾ. അല്ല, തെറ്റാണ്. വാട്ടർ ഡിസോൾവ്സ് ഇറ്റ്. നോക്കാം നമുക്ക്. ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇൻക്രീസസ്. അതും തെറ്റാണ്. ദ ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആർ ബ്രോക്കൺ ഡൗൺ ബൈ വാട്ടർ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് ഞാനിപ്പോൾ ദാ ഒരു ഇലക്ട്രോലൈറ്റിനെ എടുത്ത് അത് വെച്ചുകൊണ്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. മക്കളെ, ഞാനിപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു. ഇയാളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇയാളെ ഞാൻ വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്ത്, വാട്ടറുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഇയാൾ എന്തൊക്കെയായിട്ട് മാറും? Na+ഉം Cl- അയോണുകളായിട്ട് മാറും. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് സോളിഡ് ആണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഇവർക്കിടയിൽ ആദ്യമേ എന്തായിരുന്നു ഉള്ള? അയോണിക് ബോണ്ട് ആയിരുന്നു ഉള്ള.
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾക്ക് ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നു ഇവർക്കിടയിലുള്ളത്. ഈ അട്രാക്ഷനെ മറികടക്കാൻ ആര് സഹായിക്കും? വാട്ടർ സഹായിക്കും. അതിന്റെ ഫലമായിട്ട് ഇവർ അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. നമുക്ക് പറയാം ദ ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആർ ബ്രോക്കൺ ഡൗൺ ബൈ വാട്ടർ. ഇവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ആര് ബ്രേക്ക് ചെയ്യുന്നു? വാട്ടർ ബ്രേക്ക് ചെയ്യുന്നു. ഇവർക്ക് അയോണുകളായിട്ട് മാറാനുള്ള കഴിവ് കിട്ടുന്നു. അതിന്റെ ഫലമായിട്ട് ഇവർക്ക് കറണ്ടിനെ കടത്തിവിടാൻ പറ്റുന്നു. ഓക്കെ ആണോ? കൃത്യമായ ആൻസർ ഓപ്ഷൻ 4 സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് 0.1 മോളാർ നൈട്രിക് ആസിഡ് ഈസ് 6.3 × 10⁻² ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ദ മോളാർ കണ്ടക്ടൻസ് ഓഫ് സൊല്യൂഷൻ ഈസ്. ഓക്കെ മക്കളെ, നമ്മൾ കണ്ടക്ടൻസ് പഠിക്കുന്നുണ്ട്, കണ്ടക്ടിവിറ്റി പഠിക്കുന്നുണ്ട്. കണ്ടക്ടിവിറ്റിയുടെ മറ്റൊരു പേരാണ്, കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. ഓക്കെ, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസിന് നമ്മളിതാ കെ അല്ലെങ്കിൽ കാപ്പ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറയുന്നുണ്ട്? കെ ഈക്വൽ ടു 6.3 × 10⁻² ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് തരുന്നുണ്ട്. ഓക്കെ ആണേ? ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇനി 0.1 മോളാർ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നു. സോ ഇതിന്റെ മൊളാരിറ്റി, കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ തരുന്നുണ്ട്. എത്രയാണ്? 0.1 മോളാർ എന്ന് തരുന്നുണ്ട്. ഓക്കെ ആണോ? എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? മോളാർ കണ്ടക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, മോളാർ കണ്ടക്ടൻസ് നമുക്ക് ലാംഡ എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ലാംഡ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K × 1000/m. ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. മോളാർ കണ്ടക്ടൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? K × 1000/m. നമുക്കിതാ ഓരോ വാല്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. K എത്രയാ? 6.3 × 10⁻² × 1000 ഡിവൈഡഡ് ബൈ m. മൊളാരിറ്റി എത്രയാ? 0.1. മക്കളെ, നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 630 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് കിട്ടും. 630 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് കിട്ടും. നമ്മളിത് കണ്ടുപിടിച്ചതിന് ശേഷം ഓപ്ഷനുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻ 1 ഈ വാല്യൂ കാണാൻ പറ്റത്തില്ലേ? ഓപ്ഷൻ 1 നമുക്ക് ഈ വാല്യൂ കാണാൻ പറ്റുന്നുണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടേമുകൾ ആരാണെന്ന് അറിയാം. ഈ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഇനിയും ഈ പാഠത്തിൽ ഒരുപാട് എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നു. മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോൾ നമുക്കിതാ ആൻസർ കിട്ടി. 630 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് കിട്ടി. അത് ഓപ്ഷൻ 1 സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് ഗേഷ്യസ് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl in gaseous state is a very poor conductor of electricity, but a solution of hydrogen chloride gas in water, അതായത് HCl aqueous solution, is a good conductor of electricity. This is due to the fact that. മക്കളെ, ചോദ്യത്തിൽ ഇതാ പറയുന്നത് HCl ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ആള് ഗേഷ്യസ് രൂപത്തിൽ ഇരിക്കുമ്പോൾ ഇയാൾ കറണ്ടിനെ കടത്തിവിടുന്നില്ല. ഇയാളൊരു പുവർ കണ്ടക്ടർ ആണ്. ഓക്കെ, എന്നാൽ HCl ഇൻ അക്വ സ്റ്റേറ്റ്, ഈ HCl എടുത്ത് വെള്ളത്തിൽ കലക്കിയാൽ ആ കിട്ടുന്ന ആ ഒരു അക്വ സ്റ്റേറ്റിലുള്ള ആ ഒരു സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ ഇയാളൊരു ഗുഡ് കണ്ടക്ടർ ആണ്. എന്തുകൊണ്ട്? മക്കളെ മനസ്സിലാക്കുക, കണ്ടക്ടിവിറ്റി പ്രധാനമായിട്ടും 2 തരത്തിൽ. ഒന്ന്, ഫ്രീ ഇലക്ട്രോണുകളുടെ സഹായത്തോടെ, അതിനെ നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, മെറ്റലുകളിലൊക്കെ നടക്കുന്നത് എന്തായിരിക്കും? ഈ തരത്തിലുള്ള ഇലക്ട്രോണിക് കണ്ടക്ഷൻ ആയിരിക്കും. ഇനി രണ്ടാമത്, അയോണുകളുടെ സഹായത്തോടെ കണ്ടക്ഷൻ നടക്കുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അയോണിക് കണ്ടക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ കണ്ടക്ഷൻ 2 തരത്തിലുണ്ട്. ഇലക്ട്രോണിക് കണ്ടക്ഷൻ ഫ്രീ ഇലക്ട്രോണുകളുടെ സഹായത്തോടെ നടക്കുന്നു. അയോണിക് കണ്ടക്ഷൻ അയോണുകളുടെ സഹായത്തോടെ നടക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ HCl എന്ന് പറയുന്ന ഒരാളിനെ എടുത്താൽ, ഇയാൾ ഗേഷ്യസ് രൂപത്തിലുള്ള ഹൈഡ്രജൻ ക്ലോറൈഡിനെ എടുത്താൽ ഇത് മെറ്റൽ അല്ല എന്നും ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോണുകളൊന്നും ഇല്ല എന്നും ഇത് സിംപ്ലി ഒരു കോമ്പൗണ്ട് ആണെന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഇതേ HCl നിങ്ങളെടുത്ത് വെള്ളത്തിൽ കലക്കിയാലോ നമുക്ക് എന്താ കാണാൻ പറ്റും? ഈ HCl എന്ന് പറയുന്ന ആളിനെ വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് ഇയാള് H+Cl- അയോണുകളായിട്ട് മാറും.
ഇയാൾ എന്തൊക്കെയായിട്ട് മാറും? H+Cl- അയോണുകളായിട്ട് മാറും. ഈ അയോണുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതിന്റെ സഹായത്തോടെ, ഈ അയോണുകൾ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ HCl എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കടത്തിവിടുന്നു. അക്വ സ്റ്റേറ്റിൽ ഇരിക്കുന്ന HCl എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കടത്തിവിടുന്നു. ഓക്കെ ആണോ? പക്ഷേ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇവിടെ ചാർജ് ഉള്ള ആളുകൾ ആരും മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇയാൾ പുവർ കണ്ടക്ടർ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് വരാം. വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഇൻ വാട്ടർ സൊല്യൂഷൻ അയണൈസസ്. ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ വാട്ടറിൽ എടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അയോണുകളായിട്ട് മാറാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് കാരണം. എ ഗ്യാസ് ഈസ് നോൺ കണ്ടക്ടർ ബട്ട് എ ലിക്വിഡ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. എല്ലാ ലിക്വിഡുകളും കറണ്ടിനെ കടത്തി വിടണമെന്ന് നിർബന്ധമില്ല. ഗ്യാസ് ഡസ് നോട്ട് ഒബേ ഓംസ് ലോ വേറെ സൊല്യൂഷൻ ഡസ്. ഇതെല്ലാം തെറ്റാണ്. ഓംസ് ലോ ഗ്യാസുകളുമായിട്ടോ ലിക്വിഡുകളായിട്ടോ ഒന്നും ബന്ധപ്പെട്ടല്ല, ഒരു കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് കേട്ടോ. എന്താ V = IR എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതല്ലേ ഓംസ് ലോയിൽ വരുന്നത്. സോ നമുക്ക് തീർച്ചയായിട്ടും പറയാം എന്താണ് ഈ പറഞ്ഞ റീസൺ, ഈ പറഞ്ഞ കാരണത്തിനുള്ള അല്ലെങ്കിൽ സംഭവത്തിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് വെള്ളത്തിൽ കലക്കുമ്പോൾ ആ കിട്ടുന്ന സൊല്യൂഷൻ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഓപ്ഷൻ 2-ൽ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? ഈ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു പുവർ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ആളുകളായിട്ട് തന്നുകൊണ്ട് ആദ്യത്തെ ആള് CH3COO ഓക്കെ, ഇയാളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. പക്ഷേ അക്വ സൊല്യൂഷനിൽ ഇയാൾ ഇതാ അയോണുകളായിട്ട് മാറും. CH3CO- അസറ്റേറ്റ് അയോണും Na+ അയോൺ. ഇയാളുടെ പേര് സോഡിയം അസറ്റേറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇയാൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതുപോലെ അയണൈസ് ചെയ്യാനും അതുകൊണ്ട് തന്നെ കറണ്ടിനെ കടത്തിവിടാനും പറ്റുന്നുണ്ട്. ഇയാളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് C2H5OH. C2H5OH എന്ന ഫോർമുല കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതാരാണ്? എഥനോൾ ആണ് ഇല്ലേ? ഇതാരാണ്? എഥനോൾ ആണ്. മക്കളെ, എഥനോളിന് അസിഡിക് ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയുള്ള കാര്യം തന്നെ. പക്ഷെ നല്ല പോലെ എന്ന് പറഞ്ഞാൽ എഥനോളിനകത്ത് ഈ തന്നിരിക്കുന്ന എഥനോളിന് ഇപ്പോൾ C2H5 അല്ലെങ്കിൽ CH3CH2O- എഥോക്സൈഡ് അയോണും H+ അയോണുമായിട്ട് മാറാൻ ഇയാളെ വിളിക്കുന്ന പേര് എഥോക്സൈഡ് അയോൺ, ഇയാൾ H+ അയോൺ. ഇതൊന്നും എപ്പോഴും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇയാളൊരു ആസിഡാണ്, പക്ഷേ വീക്ക് ആസിഡാണ്. ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമല്ല. കാര്യം ഇവർക്കിടയിൽ ഉള്ളതെല്ലാം എന്താ? കോവാലന്റ് ബോണ്ടുകളാണ്. ഇപ്പോൾ CH3CH2OH ഇതെല്ലാം കോവാലന്റ് ബോണ്ടുകളാണ്. ഈ കോവാലന്റ് ബോണ്ടിനെ അയണൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തിയററ്റിക്കലി പറയുമെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. മൂന്നാമതായിട്ട് NaCl ഉണ്ട്. നമുക്കറിയാം NaCl അക്വ സൊല്യൂഷനിൽ Na+ഉം Cl- മാറുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. KOH ഉണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇയാൾ എങ്ങനെ മാറും? K+ഉം OH- മാറും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ആളുകളെ നോക്കുവാണെങ്കിൽ അവർക്ക് അക്വ സൊല്യൂഷനിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അയണൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ആളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. 3ഉം 4ഉം ആളുകൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുമാണ്. എന്നാൽ നമ്മൾ എഥനോളിനെയാണ് എടുക്കുന്നതെങ്കിലോ അവർക്ക് അസിഡിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വാട്ടറിന്റെ പ്രസൻസിൽ അങ്ങനെ അയണൈസ് ചെയ്യാനൊന്നും അധികം പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഇക്കൂട്ടത്തിൽ ആരാണ്? ഓപ്ഷൻ 2-ൽ കാണാൻ പറ്റും. ഓപ്ഷൻ 2-ൽ നമുക്ക് എഥനോളിനെ കാണാം. എഥനോൾ എന്താണ്? ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ ആ പറഞ്ഞത്? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഗിവൺ L/A നമ്മൾ പഠിച്ചോണ്ട് സെൽ കോൺസ്റ്റന്റ് L/A. സെൽ കോൺസ്റ്റന്റ് ആണ് ആര്? L/A കേട്ടോ. സെൽ കോൺസ്റ്റന്റ് L/A അത് എത്രയാന്ന് തരുന്നുണ്ട്? 0.5 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് തരുന്നുണ്ട്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് R തരുന്നുണ്ട്. എത്രയാണെന്ന്? 50 ഓം ആണെന്ന് തരുന്നുണ്ട്. നോർമാലിറ്റി N തരുന്നുണ്ട്. 1.01 നോർമൽ ആണെന്നും തരുന്നുണ്ട്. ഓക്കെ ആണേ. ഇക്വലന്റ് കണ്ടക്ടൻസ് ഓഫ് ദി ഇലക്ട്രോളിറ്റിക് സെല്ലീസ് തന്നിരിക്കുന്ന, അതായത് ഈ ഡേറ്റാസ് തന്നിരിക്കുന്ന ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ ഇക്വലന്റ് കണ്ടക്ടൻസ് എത്രയാണ്? മക്കളെ, ഇക്വലന്റ് കണ്ടക്ടൻസിനെ നമുക്ക് λ(eq) എന്ന് റെപ്രസെന്റ് ചെയ്യാം. കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തുവാ? K/1000 ഡിവൈഡഡ് ബൈ N. അപ്പൊ ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഉണ്ടോ നോക്കേ. K/1000 ഡിവൈഡഡ് ബൈ N. N ഉണ്ട്, പക്ഷേ K ഇല്ല. കാപ്പ ഇല്ല. കാപ്പ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? K = ഇത്രയും ചെയ്താൽ മതി. സെൽ കോൺസ്റ്റന്റ്
ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതി. മക്കളെ സെൽ കോൺസ്റ്റന്റ് L/A വാല്യൂ തന്നിട്ടുണ്ട് 0.5 ഡിവൈഡഡ് ബൈ 6 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാ 50 ഓം. 50 ഓം അല്ലേ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും 0.01 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സെൽ കോൺസ്റ്റന്റ് K എത്രയെന്ന് കിട്ടി 0.01 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, എത്രയാ 0.01 ഇൻറ്റു 1000 0.01 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ n. നോർമാലിറ്റി എത്രയാ 1 അല്ലേ മക്കളെ. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും 10 എന്ന് കിട്ടും. ഓക്കെ ആണോ? 10 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് പെർ ഇക്വലന്റ് എന്ന് കിട്ടും. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് പെർ ഇക്വലന്റ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ ഓപ്ഷൻ 1 നമുക്ക് 10 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ല മക്കളെ, സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് കറക്റ്റ് ആക്കണേ. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലന്റ് എന്ന് കിട്ടും. അത് നമുക്ക് ഓപ്ഷൻ 1 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ ഓം ഇൻവേഴ്സിനെ മോ എന്ന് പറയാം, സീമൻ എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് കിട്ടി. ഇക്വേഷൻ കണ്ടല്ലോ. ഇക്വലന്റ് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K × 1000 ഡിവൈഡഡ് ബൈ n. മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K × 1000 ഡിവൈഡഡ് ബൈ m. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോഡ്സ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ ആർ 3 സെന്റിമീറ്റർ എപ്പാർട്ട്. ഒരു കണ്ടക്ടിവിറ്റി സെല്ലിനകത്തുള്ള ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതാണ്ട് ഇത് രണ്ടുമാണ് 2 ഇലക്ട്രോഡുകൾ എന്ന് വെക്കുക മക്കളെ. ഈ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയുന്നുണ്ട് 3 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 3 സെന്റിമീറ്റർ. ഇവരുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്? 4 സെന്റിമീറ്റർ സ്ക്വയർ എന്നും പറയുന്നുണ്ട്. എങ്കിൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയല്ലേ നമ്മൾ L എന്ന് എടുക്കുന്നത്? ഇവർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയല്ലേ നമ്മൾ L എന്ന് എടുക്കുന്നത്? അത് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇവരുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സെൽ കോൺസ്റ്റന്റ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടേ? സെൽ കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കിക്കോ. സെൽ കോൺസ്റ്റന്റ് L/A വെച്ചാൽ മതി. അല്ലെങ്കിൽ L/A ആണ് സെൽ കോൺസ്റ്റന്റ്. L 3 എന്ന് തരുന്നുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 4 എന്ന് തരുന്നുണ്ട്. യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ഇൻവേഴ്സ്. 3/4 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷൻ 3 കാണാൻ പറ്റുന്നുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇൻ എ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്ത് ചേഞ്ച് ആണ് നടക്കുന്നത്? ആരെയാ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇതിന്റെ മറ്റു പേരുകളാണ് ഗാൽവാനിക് സെൽ, വോൾട്ടായിക് സെൽ എന്നൊക്കെ. ഓക്കെ ആണേ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ? കെമിക്കൽ റിയാക്ഷൻ നടത്തി. അപ്പൊ നമുക്ക് പറയാം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്? ഇലക്ട്രോ കെമിക്കൽ സെൽ. അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തി അതിന്റെ ഫലമായി കറണ്ട് ഉണ്ടാക്കുന്ന ആളാണ് ആര്? ഇലക്ട്രോ കെമിക്കൽ സെൽ. ക്ലിയർ ആണോ? അപ്പൊ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തി കറണ്ട് ഉണ്ടാക്കുന്നു. ഇതാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ജോലി. ഇത് കൃത്യമായിട്ട് പറയുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ് ടു കൈനറ്റിക് എനർജി തെറ്റാണ്. കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി തെറ്റാണ്. കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആളാണ് ആര്? ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇത് കറക്റ്റ് ആയിട്ട് എവിടെ പറയുന്നുണ്ട്? ഓപ്ഷൻ 3 പറയുന്നുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ 4 നോക്കിക്കേ. ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു കെമിക്കൽ എനർജി. ഇത് ആരുടെ കേസാ? ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ കേസാ. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമ്മളുടെ അടുത്തുള്ള ചോദ്യം ഇലക്ട്രോ കെമിക്കൽ സെല്ല് ആരാണെന്ന് നമുക്കറിയാം. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആള്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ 3 പറയുന്നുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ദ ഫാക്ടേഴ്സ് വിച്ച് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എനി സൊല്യൂഷൻ ഈസ്. ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടേഴ്സ് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ശരിക്കും ഫാക്ടേഴ്സ്
affecting conductivity of a solution. ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെ എന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയാം. ടെമ്പറേച്ചർ, ഓക്കെ, ടെമ്പറേച്ചർ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാം അവരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് അവിടെയുള്ള ആളുകളുടെ അവിടെ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണോ ആ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും ആരെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ പറയുന്ന സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമതായിട്ട് നേച്ചർ ഓഫ് അയോൺസ്, അവിടെയുള്ള അയോണുകളുടെ സ്വഭാവം. നാലാമതായിട്ട് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവം സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത്. അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നതാണ് പോളറൈസേഷൻ, അവർക്ക് എത്രത്തോളം അയോണുകളായിട്ട് മാറാൻ പറ്റും എന്നുള്ളതൊക്കെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്? ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ മക്കളെ ഏതാ? ഡൈല്യൂഷൻ തീർച്ചയായിട്ടും സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് തീർച്ചയായിട്ടും സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ടെമ്പറേച്ചർ തീർച്ചയായിട്ടും സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ദ ഫാക്ടർ വിച്ച് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദ കണ്ടക്ടിവിറ്റി എന്നല്ലേ ചോദിച്ചേക്കുന്നത്. കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ആര് എന്നുള്ളതാണല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആളുകളെല്ലാം സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ നമുക്ക് പറയാം ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. നൺ ഓഫ് ദീസ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ ഒന്നും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവല്ല. ഓക്കെ ആണ്. അപ്പോൾ ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയെന്ന് ഓർത്ത് വെച്ചേക്കാം. ടെമ്പറേച്ചർ ഉണ്ട്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈല്യൂഷൻ ഉണ്ട്, നേച്ചർ ഓഫ് അയോൺസ് ഉണ്ട്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിന്റെ പോളറൈസേഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻക്രീസ് ഇൻ ഇക്വലന്റ് കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ വിത്ത് ഡൈല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ. ഓക്കെ, അതായത് എൻ്റെ കയ്യിലൊരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ ഉണ്ട്. ഈ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഡൈല്യൂഷൻ ചെയ്യുന്നു. മക്കളെ, ഡൈല്യൂഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് സോൾവെൻറ്റിനെ, വാട്ടറിനെ ആഡ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു എന്നാണ് അർത്ഥം. അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോഴത്തേക്കും എന്താണ് പറ്റുന്നത്? ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണോ? നമ്മൾ തന്നിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആരായാലും ശരി, അതിൻ്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ, അതിനെ അയണൈസ് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അയോണുകളുടെ മൊബിലിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇക്വലന്റ് കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ വിത്ത് ഡൈല്യൂഷൻ ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് എന്ന് നമുക്ക് ഓപ്ഷൻ 4 കാണാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? എന്താ ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ, ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അയോൺസ്. ഒരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മളത് ചോദിച്ചിരിക്കുന്നു കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ആർക്കാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? നമ്പർ ഓഫ് അയോണുകൾക്ക്. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് നമുക്ക് ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ?
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് മാക്സിമം ഫോർ ദ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ. ദാ നാല് കോൺസെൻട്രേഷൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സൊല്യൂഷനിലായിരിക്കും മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം എന്നുള്ളതാണ് ചോദ്യം മക്കളെ. മോളാർ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി നമ്മളിതാ ലാംഡ എം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതുന്ന? K × 1000 ഡിവൈഡഡ് ബൈ എം. ഇങ്ങനല്ലേ നമ്മൾ എഴുതുന്ന? K × 1000 ഡിവൈഡഡ് ബൈ എം എന്നാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കോൺസെൻട്രേഷൻ, അതായത് മൊളാരിറ്റി, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മൊളാരിറ്റിയിലാണ്. മൊളാരിറ്റി കൂടുമ്പോൾ എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി കുറയും. മൊളാരിറ്റി കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. ഓക്കെ ആണോ? ഇനി അപ്പോൾ നമുക്ക് പറയാം, എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എന്താ? മോളാർ കണ്ടക്ടിവിറ്റി ഈസ് മാക്സിമം ഫോർ ദ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ. മക്കളെ, മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആകണമെങ്കിൽ മാക്സിമം ആകണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അപ്പോൾ ഏറ്റവും കുറവ് മൊളാരിറ്റി കൂട്ടത്തിൽ ആർക്കാണോ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മാക്സിമം മോളാർ കണ്ടക്ടിവിറ്റി. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആർക്കാ ഉള്ളത്? ഓപ്ഷൻ 1-ല്ലേ ഉള്ളത്? എങ്കിൽ ഇയാൾക്കായിരിക്കും മാക്സിമം മോളാർ കണ്ടക്ടിവിറ്റി. ക്ലിയർ ആണോ? ഏറ്റവും വലിയ വാല്യൂ എവിടെ ഉള്ളത്? ഓപ്ഷൻ 2-ലല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇയാൾക്കായിരിക്കും മിനിമം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ ഓർക്കുക. ഓക്കെ ആണ്? അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ദ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് മാക്സിമം ഫോർ ദ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ പ്രകാരം 0.001 മോളാർ എന്ന് പറയുന്ന സൊല്യൂഷന്, അത്രയും കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ആയിരിക്കും മാക്സിമം മോളാർ കണ്ടക്ടിവിറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ദ സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് 0.1 നോർമൽ KCl സൊല്യൂഷൻ അറ്റ് 23 ഡിഗ്രി സെൽഷ്യസ് ഈസ് 0.012 ohm inverse centimeter inverse. The resistance of cell containing the solution at the same temperature was found to be 55 ohm. The cell constant will be. ഓക്കെ മക്കളെ, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ വായിച്ച് നോക്കി സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് എ 0.1 നോർമൽ KCl സൊല്യൂഷൻ അറ്റ് 23 ഡിഗ്രി സെൽഷ്യസ് ഈസ് 0.012 ohm inverse centimeter inverse. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 0.012 ohm inverse centimeter inverse എന്ന് തന്നിട്ടുണ്ട്. ഇത് എത്ര നോർമാലിറ്റി? ഇതിന്റെ നോർമാലിറ്റി തന്നിരിക്കുന്ന സൊല്യൂഷന്റെ നോർമാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 0.1 നോർമൽ KCl സൊല്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിരിക്കുന്ന ടെമ്പറേച്ചർ T തന്നിട്ടുണ്ട് 23 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ കെൽവിനിലോട്ട് ചാടി പിടിച്ച് മാറ്റാനൊന്നും നിൽക്കണ്ട, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ദ റെസിസ്റ്റൻസ് ഓഫ് സെൽ കണ്ടെയ്നിങ് ദ സൊല്യൂഷൻ അറ്റ് സെയിം ടെമ്പറേച്ചർ വാസ് ഫൗണ്ട് ടു ബി 55 ohm. ഓക്കെ ആണ്. സെല്ലിന്റെ റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 55 ohm ആണ് തന്നിട്ടുണ്ട്. R എത്രയാ? 55 ohm ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ സെൽ കോൺസ്റ്റന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെൽ കോൺസ്റ്റന്റ് L/A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ? എങ്കിൽ മക്കളെ, റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടക്ടൻസ് G കണ്ടുപിടിച്ചൂടെ? എന്താ? 1/R ചെയ്താൽ പോരെ? അതായത് നമുക്ക് 1/55 ohm ഇൻവേഴ്സ് എന്ന് കിട്ടും. 1/55 ohm ഇൻവേഴ്സ് എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി സെൽ കോൺസ്റ്റന്റ് L/A എങ്ങനെ കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റന്റ് L/A ഈക്വൽ ടു ഇത്രയും ചെയ്താൽ മതി, K/G ചെയ്താൽ പോരെ? കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ് ചെയ്താൽ മതി. മക്കളെ, കണ്ടക്ടിവിറ്റി എത്രയാ? 0.012 ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ് എത്രയാ? 1/55 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും കിട്ടും. 0.012 × 55 എന്ന് കിട്ടും. 0.012 × 55 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.66 എന്തെന്ന് കിട്ടും? സെൽ കോൺസ്റ്റന്റ് അല്ലേ? യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 0.66 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. മക്കളെ, 0.66 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2-ൽ കാണാൻ പറ്റും. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. At infinite dilution, the equivalent conductance of Ba2+ and Cl- are 127 and 76 ohm inverse centimeter square per equivalent. The equivalent conductivity of barium chloride at infinite dilution is. മക്കളെ, നമ്മൾ how conductivity varies with concentration, how molar conductivity varies with concentration, ഇത് രണ്ടും പഠിക്കുന്നുണ്ട്.
ഓക്കെ, ഇതാ നമ്മൾ പഠിച്ചോണ്ട് ഡൈല്യൂഷൻ ചെയ്യുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റമാണ് വരുന്നത്? ഇതാ ഇങ്ങനെ പറയാം നമുക്ക്. മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. കോൺസെൻട്രേഷൻ അപ്രോച്ചസ് ടു സീറോ, ഇതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ സമയത്തുള്ള മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും മാക്സിമം. ഈ മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കും. പിന്നെ നമ്മൾ λ0m എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി ഇക്വലന്റ് കണ്ടക്ടൻസ് ആണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഇക്വലന്റ് കണ്ടക്ടിവിറ്റി എന്ന് പറയാം, λ0 എന്നും കാണിക്കാം. ഓക്കെ ആണേ? എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ലോ പഠിക്കുന്നുണ്ട്. എന്താ ലോയുടെ പേര്? കോൾറോസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് migration of ions. കോൾറോസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. എന്താ കോൾറോസ് ലോ പ്രകാരം പറയുന്നത്? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരാളിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ആകെ എന്ത് മാത്രം ചെയ്താൽ മതി? അവിടെ ഉള്ള അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ മതി. ഇതല്ലേ കോൾറോസ് ലോയിൽ പറയുന്നത്? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ അയോൺസ്. ഓക്കെ ആണ്? കോൾറോസ് ലോ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മളടുത്ത് പറയുന്നത് എന്താ? ബേരിയം ക്ലോറൈഡിന്റെ കേസാണ് മക്കളെ. നമുക്കറിയാം ബേരിയം ക്ലോറൈഡ് അയണൈസ് ചെയ്യും. എങ്ങനെയാ? Ba2+ഉം 2 Cl- അയണൈസ് ചെയ്യും. എങ്കിൽ കോൾറോസ് ലോ പ്രകാരം നമുക്ക് പറയാം ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ദ ലിമിറ്റിംഗ് ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം ക്ലോറൈഡ് വിൽ ബി ദ സം ഓഫ് ലിമിറ്റിംഗ് ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് Ba2+ അയോൺ into limiting equivalent conductivity of Cl- അയോൺ. ഇനി ഇവിടെ എത്ര Cl- ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു ഈക്വലന്റ് ലിമിറ്റിംഗ് ഈക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് Cl- അയോൺ. ഇങ്ങനെ ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ഈക്വലന്റ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനുള്ള ഈക്വലന്റ് കണ്ടക്ടിവിറ്റി ബേരിയം ക്ലോറൈഡിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനുള്ള ഈക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് ബേരിയം 2+, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതാ ക്വസ്റ്റ്യനിൽ എത്രയെന്ന് തന്നിട്ടുണ്ട്? λ0 ഓഫ് Ba2+ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എത്ര? 127 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലന്റ്. ഓക്കെ ആണോ? ഇനി λ0 ഇക്വലന്റ് ഓഫ് Cl- ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 76 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലന്റ്. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? 127 + 2 × 76 ചെയ്താൽ മതി. ഓക്കെ, അതായത് 127 + 76 × 2 152. മക്കളെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 279 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലന്റ് എന്ന് കിട്ടും. 279 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഇക്വലന്റ് എവിടെ ഉണ്ട്? ഇവിടെ ഓപ്ഷൻ 4 279.5 എന്ന് കാണാൻ പറ്റും. നമുക്കത് സെലക്ട് ചെയ്യാം. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കോൾറോസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണിത്. കോൾറോസ് ലോ എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു വെക്കുക.
ഓക്കെ ആണേ, ക്ലിയർ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ ഏതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദാ അടുത്ത ക്വസ്റ്റ്യൻ, മോളാർ കണ്ടക്ടൻസസ് ഓഫ് NaCl, HCl ആൻഡ് സോഡിയം അസറ്റേറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആർ തന്നിട്ടുണ്ട്. ഓക്കെ, 126.45, 426.16 ആൻഡ് 91 അത്രേ. ഓക്കെ, അത്രയും ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ആണ് തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടൻസ് ഓഫ് അസറ്റിക് ആസിഡ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണെന്ന് അറിയാലോ. കോൾറോഷ്ലോയുടെ ആപ്ലിക്കേഷനുകളിൽ നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ടു ഫൈൻഡ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ആര് സഹായിക്കും? കോൾറോഷ്ലോ സഹായിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ദാണ്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ തന്നിട്ടുണ്ട്. ഇതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ദാ ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ലാംഡ 0m ഓഫ് അസറ്റേറ്റ് അയോൺ CH3CO മൈനസ് പ്ലസ് ലാംഡ 0m ഓഫ് H പ്ലസ്. ഓക്കെ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ അസറ്റേറ്റ് അയോണിന്റെയും H+ അയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ മതി. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഓക്കെ ആണ്. എങ്കിൽ മക്കളെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ആരെയൊക്കെ തന്നിട്ടുണ്ട്? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl തന്നിട്ടുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl എത്രയാണെന്ന് ആ ക്വസ്റ്റ്യൻ പറയുന്നത്? 126.45. ഓക്കെ, അത്രയും ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ആണെന്ന് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ ആണേ. ഇനി മക്കളെ ഏതാ നമുക്കറിയാം NaCl എങ്ങനെ അയണൈസ് ചെയ്യുന്നത്? NaCl Na+ഉം Cl- ആയിട്ട് അയണൈസ് ചെയ്യുന്നത്. അപ്പം ഈ അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താലും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഓക്കെ ആണേ. ഇനി ദാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആരെ തന്നിട്ടുണ്ട്? HCl തന്നിട്ടുണ്ട്. എത്രയാണെന്നറിയാം? ദാ ക്വസ്റ്റ്യൻ നോക്കിയേ, 426.16. ഇനി HCl എങ്ങനെ അയണൈസ് ചെയ്യുന്നത്? HCl H+ഉം Cl- ആയിട്ട് അയണൈസ് ചെയ്യുന്നത്. അപ്പം ഈ അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താലും നമുക്ക് ഇതേ വാല്യൂ തന്നെ കിട്ടും. ഇനി ദാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. CH3COONA എത്രയാണെന്നാ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? ദാ 91 എന്നാ തന്നേക്കുന്നത്. അത്രയും ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്നാ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ സോഡിയം അസറ്റേറ്റ് എങ്ങനെ അയണൈസ് ചെയ്യുന്ന? അസറ്റേറ്റ് അയോൺ CH3CO മൈനസ് ആയിട്ടും Na+ സോഡിയം അയോണുമായിട്ടാണ് ഇയാളും അയണൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ നമുക്ക് കോൾറോഷ്ലെ പ്രകാരം ഈ വാല്യൂ കിട്ടും എന്നുള്ളതും നമുക്കറിയാം. ഓക്കെ ആണേ മക്കളെ. നമുക്കിതാ ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ദാ ഇത്രയും ചെയ്താൽ മതി. ലാംഡ 0m ഓഫ് സോഡിയം അസറ്റേറ്റ് പ്ലസ് ലാംഡ 0m ഓഫ് HCl മൈനസ് ലാംഡ 0m ഓഫ് NaCl ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയുള്ള അയോണുകൾ വെച്ചുകൊണ്ട് നമ്മൾ കാണിച്ചു തരാം. ലാംഡ 0m ഓഫ് സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ലാംഡ 0m ഓഫ് അസറ്റേറ്റ് അയോൺ പ്ലസ് ലാംഡ 0m ഓഫ് സോഡിയം അയോൺ ഇല്ലേ? പ്ലസ് ലാംഡ 0m ഓഫ് HCl എന്ന് പറഞ്ഞാൽ എന്തുവാ? ലാംഡ 0m ഓഫ് H+ അയോൺ പ്ലസ് ലാംഡ 0m ഓഫ് Cl- അയോൺ. ഓക്കെ ആണേ. മൈനസ്, ഓക്കെ, ഈ മൈനസ് ഇനി വരുന്ന രണ്ടു പേർക്കും കാണും. ലാംഡ 0m ഓഫ് NaCl എന്ന് പറഞ്ഞാൽ ലാംഡ 0m ഓഫ് Na+ അയോൺ മൈനസ് ലാംഡ 0m ഓഫ് Cl- അയോൺ. മക്കളെ ഇതിൽ ഒരേ കണക്കത്തെ ആളുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ആരെ തന്നെ കിട്ടും? ലാംഡ 0m ഓഫ് CH3CO മൈനസ് അസറ്റേറ്റ് അയോൺ പ്ലസ് ലാംഡ 0m ഓഫ് H+ അയോൺ എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവരെ ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ? ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ലാംഡ 0m ഓഫ് സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 91 പ്ലസ് ലാംഡ 0m ഓഫ് HCl തന്നിട്ടുണ്ട്. എത്രയാ? 426.16 മൈനസ് ലാംഡ 0m ഓഫ് സോഡിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട്. എത്രയാ? 126.45. ഓക്കെ മക്കളെ, നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. നമുക്കിതാ ഏകദേശം 390.71 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന്
ഒരു വാല്യൂ അല്ലെങ്കിൽ ഇതിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു വാല്യൂ കിട്ടും. ഇതായിരിക്കും നമ്മുടെ അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇത് ദാ ഓപ്ഷൻ 2 തന്നിട്ടുണ്ട്. സോ മക്കളെ നമുക്ക് പറയാം ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ കോൾഡ് റോഷ് ലോ എടുത്ത് അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് ഇത്രയും വലിച്ചു നീട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാ അടുത്ത ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്യണമെന്നുള്ള കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. മക്കളെ ഏതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ NaCl, ദാ λ0m ഓഫ് NaCl തരുന്നുണ്ട്. എത്രയാ? 126 ആണെന്ന് തരുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി λ0m ഓഫ് KBr പൊട്ടാസ്യം ബ്രോമൈഡ് തരുന്നുണ്ട്. എത്രയാ? 152 ആണെന്ന് തരുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി λ0m ഓഫ് KCl തരുന്നുണ്ട്. λ0m ഓഫ് KCl എത്രയാ? λ0m ഓഫ് KCl 150 ആണെന്നും തരുന്നുണ്ട്. ഈ വാല്യൂസ് ഇത്രയും തരുന്നില്ലേ? യൂണിറ്റ് എന്താ? സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്നാണ്. ഓക്കെ, സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ, എല്ലാത്തിൻ്റെ യൂണിറ്റ് അത് തന്നെയാണ്. ഓക്കെ, എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? λ0m ഓഫ് NaBr സോഡിയം ബ്രോമൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ നമുക്കറിയാം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കോൾഡ് റോഷ് ലോ വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള അയോണുകൾ λ0m ഓഫ് Na പ്ലസും λ0m ഓഫ് Br മൈനസും ഇത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ? അയോണുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഈ അയോണുകൾ വരുന്ന ആളുകൾ ആരൊക്കെയുണ്ട്? Na പ്ലസ് വരുന്ന NaCl, Br മൈനസ് വരുന്ന KBr, ഇവരെ തമ്മിൽ അങ്ങ് ആഡ് ചെയ്യണം. അപ്പോൾ ദാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KBr, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു K പ്ലസും Cl മൈനസും ഇല്ലേ, അതിനെ അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കളയണം. മൈനസ് λ0m ഓഫ് KCl ചെയ്താൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? λ0m ഓഫ് NaCl നമുക്ക് 126 ആണെന്നറിയാം. പ്ലസ് λ0m ഓഫ് KBr 152 ആണെന്നറിയാം. മൈനസ് λ0m ഓഫ് എന്താ KCl എത്രയാ? 150 ആണെന്നറിയാം. മക്കളെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 128 എന്ന് കിട്ടും. അത്രയും സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ ആണോ? 128 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷൻ 3 സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? അത്രയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് പോലും ചെയ്യേണ്ട, നമ്മൾ നോക്കി കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താവുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. കാൽക്കുലേഷൻസ് തെറ്റിച്ചാൽ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The position of some metals in the electrochemical series in decreasing electropositive character is given as. ഒരു ഓർഡർ തന്നിട്ടുണ്ടേ. What will happen if a copper spoon is used to stir a solution of aluminum nitrate? ഓക്കെ മക്കളെ, ചില മെറ്റലുകൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അവരുടെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ തരുന്നുണ്ട്. അതായത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടിയ ആളിൽ നിന്ന് കുറഞ്ഞ ആളിലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടറുള്ള ആർക്കാ? മഗ്നീഷ്യത്തിന്. ഏറ്റവും കുറവ് മെറ്റാലിക് ക്യാരക്ടറുള്ള ആർക്കാ? സിൽവറിന്. ഓക്കെയാണ്. ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി മഗ്നീഷ്യത്തിനാണ്. ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ആർക്കാണ്? സിൽവറിനാണ്. വാട്ട് വിൽ ഹാപ്പൻ? എ കോപ്പർ സ്പൂൺ ഈസ് യൂസ് ടു സ്റ്റിർ എ സൊല്യൂഷൻ ഓഫ് അലുമിനിയം നൈട്രേറ്റ്. നമ്മൾ അലുമിനിയം നൈട്രേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ഇതിലോട്ട് ആരെ ഇട്ട് കൊടുക്കുന്നു? ഒരു കോപ്പർ സ്പൂണിനെ ഇട്ട് കൊടുക്കുന്നു. മക്കളെ എപ്പോഴും ഓർത്തിരിക്കുക, റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുകൾ, ശക്തി കൂടിയ മെറ്റലുകൾ റിയാക്ടിവിറ്റി കുറവുള്ള മെറ്റലുകളെ എടുത്തു മാറ്റും. അതിപ്പോൾ നമുക്കറിയാം. നമ്മളിപ്പോൾ ശക്തി കുറവുള്ള ഒരാളാണ്, നമ്മൾ ശക്തിയുള്ള ഒരാളാണ്. നമ്മളെക്കാൾ ശക്തി കുറഞ്ഞ ഒരാളിൻ്റെ അടുത്ത് നമ്മളൊന്ന് എന്താണെന്നൊക്കെ ചോദിക്കാനൊക്കെ നമുക്ക് പറ്റും. എന്നാൽ നമ്മളെ കഴിയും വലിയൊരുത്തൻ്റെ അടുത്ത് ചെന്നിട്ടോ ഭയങ്കര ശക്തിയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചാലോ അവൻ വെച്ചിടിച്ച് തരും, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ശക്തി കൂടിയൊരു മെറ്റൽ നേരെ വന്ന് ശക്തി കുറഞ്ഞ ഒരു മെറ്റൽ സാൾട്ട് സൊല്യൂഷനിൽ ഇരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഇറങ്ങിപ്പോടാന്ന് പറയും, അവനെ എടുത്ത് മാറ്റിയൊക്കെ ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് ശക്തി കൂടിയ ഒരു മെറ്റലിൻ്റെ അടുത്ത് എന്ന് വല്ലതും പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങനെ മിണ്ടായിരിക്കാനേ പറ്റൂ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം അലുമിനിയത്തിനെയും കോപ്പറിനെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്.
ഇവരുടെ കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാ? അലുമിനിയത്തിന്. കോപ്പറിന് കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ കോപ്പർ നേരെ ചെന്ന് അലുമിനിയം നൈട്രേറ്റ്, അലുമിനിയം സാൾട്ട് സൊല്യൂഷൻ ആയിട്ട് ഇരിക്കുക, നൈട്രേറ്റിൻ്റെ കൂടെ ഇരിക്കുക. കോപ്പറിനെ ഒന്നും വല്ലതും മിണ്ടാൻ പറ്റുമോ? അലുമിനിയത്തിൻ്റെ കൂടെ മുട്ടിക്കാനുള്ള ശക്തിയൊന്നും ആർക്കില്ല? കോപ്പറിനില്ല. അതുകൊണ്ട് തന്നെ കോപ്പർ ഒന്നും മിണ്ടാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ റിയാക്ഷൻ വല്ലതും നടക്കൂ? ഒരു റിയാക്ഷനും നടക്കത്തില്ല. നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എപ്പോഴും ഓർക്കുക, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും, എടുത്തു മാറ്റും. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദർ ഇസ് നോ റിയാക്ഷൻ. ഇവിടെ യാതൊരു തരത്തിലുള്ള റിയാക്ഷനും നടക്കത്തില്ല. എന്തുകൊണ്ടാണ് ഒരു റിയാക്ഷനും നടക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞത്? കാര്യം കോപ്പറും അലുമിനിയവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിനെ കഴിയും റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലാണ് ആര്? അലുമിനിയം. അതുകൊണ്ട് തന്നെ അലുമിനിയത്തിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ കോപ്പറിന് യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ആൻഡ് സിൽവർ ആർ തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. ദ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ ഈസ്. മക്കളെ, ഒരു സെൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ E0 സെല്ല് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, ഓവറാൾ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണേ? എങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്, 2 ആളുകളെ തന്നിട്ടുണ്ട്. E0 Zn2 പ്ലസ് ബാർ Zn ഇതെത്രയാൻ തന്നിട്ടുണ്ട്? -0.763 വോൾട്ട് എന്ന് തരുന്നുണ്ട്. ഓക്കെ, E0 ഓഫ് എന്താ ഇനി തന്നേക്കുന്നത്? Ag പ്ലസ് ബാർ Ag. സിൽവറിൻ്റെ കേസിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരുന്നുണ്ട്. എത്രയാ? +0.799 വോൾട്ട് എന്നും തരുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഈ റിയാക്ഷൻ എങ്ങനെയായിരിക്കും നടക്കുന്നത്? മക്കളെ, രണ്ട് പേര് തമ്മിൽ കൂടിച്ചേർന്ന് ഒരു സെല്ല് ഫോം ചെയ്യുന്ന സമയത്ത് ആരാണ് കാഥോഡ് ആരാണ് ആനോഡ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുപോലൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. ലോൺ. എന്താ നമ്മൾ പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ ആരെയാണോ കാണുന്നത്, അതിപ്പോൾ ഒരു സെൽ റെപ്രസെൻറ്റേഷൻ ആണ് തരുന്നതെന്ന് വെച്ചോ, ഈ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ നമുക്ക് എഴുതി കാണിക്കാം. ലെഫ്റ്റ് സൈഡിൽ ആരെയാണോ തരുന്നത് അവർക്ക് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. അവരെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. അവരുടെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആളുകളിൽ ഹയസ്റ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആർക്കാണോ അവരായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അവരെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. അവരെ നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സെല്ല് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്? Zn2 പ്ലസ്. ഓക്കെ, Zn ബാർ Zn2 പ്ലസ് സാൾട്ട് ബ്രിഡ്ജ് Ag പ്ലസ് ബാർ Ag ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. മക്കളെ, ഇവിടെ സിങ്ക് ആയിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, സിൽവർ കാഥോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെല്ലിൻ്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആയിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. സിങ്ക് മെറ്റൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറുന്നു? Zn2 പ്ലസ് ആയിട്ട് മാറുന്നു. ഇതായിരിക്കും ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി ഇതിൻ്റെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സിൽവർ അയോൺ 1 ഇലക്ട്രോണിനെ മേടിച്ച് എന്തായിട്ട് മാറുന്നു? സിൽവർ മെറ്റലായിട്ട് മാറുന്നു. ഇതായിരിക്കും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഇതുപോലൊരു സെല്ല് തന്നാൽ ഇവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്യും. E0 സെല്ല് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്താൽ പോരെ? E0 കാഥോഡ് എത്രയാ മക്കളെ? E0 കാഥോഡ് ഇതാണ്ട് ഈ സിൽവർ അല്ലേ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സിൽവറിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാ? +0.799 മൈനസ് E0 ആനോഡ്, സിങ്ക് അല്ലേ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, സിങ്കിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാ? -0.763. ഓക്കെ, സൈൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ. അതായത് 0.799 + 0.763 ഇത്രയും ചെയ്താൽ പോരെ മക്കളെ? ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് +1.562 വോൾട്ട് എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? +1.562 വോൾട്ട് എന്ന് കിട്ടും. മൈനസ് അല്ല, +1.56 വോൾട്ട് എന്ന് ഓപ്ഷൻ 1 കാണാൻ പറ്റും. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ഒരു കോഡ് ഓർത്ത് വെച്ചേക്കണേ. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്.
ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ആരെയാണോ കാണുന്നത് അവർക്ക് ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അവരെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും. അവരുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, നോക്കിക്കോ, ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് 298 കെൽവിൻ ഫോർ ദി ഫോളോയിങ് ഹാഫ് റിയാക്ഷൻസ് ആർ ഗിവൺ എഗൻസ്റ്റ് ഈച്ച് അതർ. കുറച്ച് റിയാക്ഷനുകൾ തന്നിട്ടുണ്ട്. അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. ഓക്കെ ആണേ? എങ്കിൽ വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്? തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തി കൂടിയ റെഡ്യൂസിങ് ഏജന്റ് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനുകളൊക്കെ നോക്കേ. Zn2 + 2 ഇലക്ട്രോൺ ഗിവ്സ് Zn. അതിൻ്റെ പൊട്ടൻഷ്യലാണ് -0.762. അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ E0 ആണ് തന്നിരിക്കുന്നത്. എത്ര? -0.762 വോൾട്ട്. ഓക്കെ ആണേ? അടുത്ത ക്രോമിയത്തിൻ്റെ കേസ് തന്നിട്ടുണ്ട്. Cr3 + 3 ഇലക്ട്രോൺ ഗിവ്സ് Cr. ഓക്കെ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ തരുന്നുണ്ട് E0 എത്രയാ? -0.740 വോൾട്ട്. ഓക്കെ ആണോ? ഇനി ഇതാ ഹൈഡ്രജൻ്റെ കേസിൽ 2H + 2 ഇലക്ട്രോൺ ഗിവ്സ് H2. ഇതിൻ്റെ E0 തന്നിട്ടുണ്ട്. എത്രയാ? 0. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അയാൾ ഹൈഡ്രജൻ്റെ കേസിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ ഓർമ്മയില്ലേ? ഓക്കെ, ഇനി ഇതാ Fe3 + ഇലക്ട്രോൺ ഗിവ്സ് Fe2+. ഇതിൻ്റെ E0 വാല്യൂ തരുന്നുണ്ട്. എത്രയാ? 0.770. ഓക്കെ, ഇത്രയും വാല്യൂ തരുന്നുണ്ടല്ലോ മക്കളേതാ. ഞാൻ പറയുന്ന കാര്യം എന്താ? ഇതുപോലെ ഓർത്തിരിക്കണേ. ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലോ, ഓക്കെ, ഇതിൻ്റെ അർത്ഥം അവർക്ക് ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കുന്ന, ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഇവർക്ക് എന്ത് നടക്കുന്ന? ഓക്സിഡേഷൻ നടക്കുന്ന. അതിൻ്റെ ഫലമായിട്ട് ഓക്സിഡേഷൻ പെട്ടെന്ന് നടന്നാൽ അവരായിരിക്കും എന്ത്? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കുന്ന ആളുകളായിരിക്കും എന്ത്? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ഇതാ നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ. ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലുള്ള ആള് അല്ലെങ്കിൽ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആള്, ഇവർക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ ആയിരിക്കും പെട്ടെന്ന് നടക്കുന്നത്. ഇവരായിരിക്കും സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? മക്കളെ, ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആരാന്ന്. ഈ ഇക്വേഷനുകളുടെ എല്ലാം പ്രോഡക്റ്റ് സൈഡിൽ കിടക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് അതായത് സിങ്കിന് റിഡക്ഷൻ സംഭവിച്ച് Zn ആയിട്ട് മാറി. അതിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് അല്ലേ? അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിട്ടാണ് കൊടുത്തേക്കുന്നത്? നെഗറ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്നാൽ Fe3+ ഇലക്ട്രോണിനെ മേടിച്ച് Fe2+ ആയപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിട്ടാണ് കൊടുത്തേക്കുന്നത്? പോസിറ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ ആണോ? ഇനി നിങ്ങളിത് തിരിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ഈ തന്നിരിക്കുന്ന പ്രോഡക്റ്റുകളല്ലേ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇതിൽ ഈ തന്നിരിക്കുന്ന പ്രോഡക്റ്റുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പം തന്നിരിക്കുന്ന പ്രോഡക്റ്റുകളിൽ ആർക്കാണ് പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കണം. നമുക്ക് പ്രോഡക്റ്റുകളെയാണ് തന്നിരിക്കുന്നത്. ഈ പ്രോഡക്റ്റുകളിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആരാ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്? ആർക്കാണോ പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നത് അയാളായിരിക്കും എന്ത്? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ തന്നിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും Fe2+ ആണ് എന്ത്? പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നത്. Fe2+നാണ് പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നത്. കാര്യം Fe2+ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Fe3+ ആയിട്ട് മാറുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട E0 വാല്യൂ എത്രയായിരിക്കും? -0.770 വോൾട്ട് ആയിരിക്കും. ഇതായിരിക്കത്തില്ലേ ഏറ്റവും ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ കാര്യം പറയാം? Fe2+ന്റെ കാര്യം പറയാം. Fe2+നെ നമുക്ക് ഓപ്ഷൻ 4 കാണാൻ പറ്റും. സോ മക്കളെ, റെഡ്യൂസിങ് പവർ
റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? Fe2+-നാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിന്തിക്കണം, ഏറ്റവും പെട്ടെന്ന് ഓക്സിഡേഷൻ ഈ കൂട്ടത്തിൽ നടക്കുന്നത് ആർക്കായിരിക്കും? Fe2+-നായിരിക്കും. കാരണം എന്താ? ഇയാളുടെയാണ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാ അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് 4 എലമെന്റ്സ്, 4 എലമെന്റുകളുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ തരുന്നുണ്ട്. A, B, C, D 4 പേരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തരുന്നുണ്ട്. ദ എലമെന്റ് ദാറ്റ് ഡിസ്പ്ലേസസ് A ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്സ് ഈസ്, ഇതിലാർക്കാണ് എ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? മക്കളെ ദാ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ദാ ഇത്രയേ ഉള്ളൂ. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അവർക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, രണ്ട് പേരുടെ കയ്യിൽ രണ്ട് പേരെ നോക്കിയിട്ട് അല്ലെങ്കിൽ രണ്ട് പേരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലാർക്കാണോ ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അവർക്ക് എന്ത് പെട്ടെന്ന് നടക്കും? ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതിൻ്റെ മീനിങ് എന്താ? അവർ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ റിയാക്ടിവിറ്റി സീരീസിലെ മെറ്റലുകളുടെ കേസിൽ മെറ്റാലിക് റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അവരുടെ മെറ്റാലിക് റിയാക്ടിവിറ്റി കൂടുതലാണ്. അവർ ശക്തി കൂടിയ മെറ്റലുകളായിരിക്കും, അവർ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുകളായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ ചിന്തിക്കണം. ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ അവർക്ക് പെട്ടെന്ന് തന്നെ ഓക്സിഡേഷൻ നടക്കും, അവർ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. മെറ്റാലിക് റിയാക്ടിവിറ്റി അല്ലെങ്കിൽ അവർ റിയാക്ടിവിറ്റി കൂടിയ ആളുകളായിരിക്കും, അവർ ശക്തി കൂടിയ മെറ്റലുകളായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ 4 എലമെന്റുകളെ തന്നിട്ടുണ്ട്. ഈ 4 എലമെന്റുകളുടെ കേസിൽ അവർക്ക് ഏറ്റവും നെഗറ്റീവ് ആർക്കാ ഉള്ളത്? ഡിക്കാ ഉള്ളത്. അതിൻ്റെ അർത്ഥം ഏറ്റവും ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണുള്ളത്? ഡിക്കാണുള്ളത്. അപ്പോൾ ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ ഉള്ളത്? ഡിക്കാ ഉള്ളത്. അപ്പം മോസ്റ്റ് റിയാക്റ്റീവ് ആരാ? ഡിയാ. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന എലമെന്റുകളുടെ അവരുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ എഴുതാം. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. ഓക്കെ, ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ഡിക്കായിരിക്കും. ഡി കഴിഞ്ഞാൽ പിന്നെ ആര് വരും? എ വരും. ഓക്കെ, എ കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും വരുന്നത്? ബി ആയിരിക്കും വരുന്നത്. എ കഴിഞ്ഞാൽ ആര് വരും? ബി വരും. ഏറ്റവും താഴെ ആയിരിക്കും ആര് വരുന്നത്? സി വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമല്ലേ? എങ്കിൽ ചോദിച്ചേക്കുന്ന എലമെന്റ് ദാറ്റ് ഡിസ്പ്ലേസസ് എ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്, ഏത് എലമെന്റിനാണ് എ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും എ കഴിയും റിയാക്ടിവിറ്റി കൂടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും എ എന്ത് ചെയ്യുന്നത്? സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കാണാൻ പറ്റും എ കഴിയും റിയാക്ടിവിറ്റി കൂടിയ ആരുണ്ട് ഇവിടെ? ഡി ഉണ്ട് ഇവിടെ. സോ ഡി എന്ന് പറയുന്ന ആളിന് എയുടെ ആയാലും ബിയുടെ ആയാലും സിയുടെ ആയാലും കോമ്പൗണ്ടുകളെ അവരുടെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എന്നാൽ എ കഴിഞ്ഞ റിയാക്ടിവിറ്റി കുറവുള്ള ബിക്കും സിക്കും എയുടെ സാൾട്ട് സൊല്യൂഷനിൽ വന്ന് എയുടെ കോമ്പൗണ്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ശക്തി കൂടിയ ആളുടെയും ശക്തി കുറഞ്ഞ ആളുടെയും കാര്യം പറഞ്ഞില്ലേ? അതുപോലെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തി കൂടുതൽ ആർക്കാ? ഡിക്ക്. അപ്പോൾ ഡിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ആരെ വേണമെങ്കിലും എടുത്ത് മാറ്റിയിട്ട് പകരം അങ്ങോട്ട് കയറിയിരിക്കാൻ പറ്റും. അപ്പോൾ എയുടെ കേസിൽ എയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുവാണെങ്കിൽ ദ എലമെന്റ് ദാറ്റ് ഡിസ്പ്ലേസസ് എ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട് ഈസ് ഡി. എ എന്ന് പറയുന്ന എലമെന്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഇക്കൂട്ടത്തിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? അതിനെക്കാളും റിയാക്ടിവിറ്റി കൂടിയ ഡിക്ക് മാത്രമേ ഉള്ളൂ. സോ ഡി ആണ് മക്കളെ നമ്മൾ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ ആ പറഞ്ഞത്? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ മക്കളെ, നോക്കിക്കോ. കൺസിഡർ ദ റിയാക്ഷൻ Mn plus n ഇലക്ട്രോൺ ഗിവ്സ് M. ഇതുപോലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. Mn+ എന്ന് പറയുന്ന ഒരു അയോൺ n ഇലക്ട്രോണിനെ മേടിക്കുന്നു, M എന്ന് പറയുന്ന മെറ്റാലിക് രൂപത്തിലോട്ട് മാറുന്നു. ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ഓഫ് ദി എലമെന്റ്സ് M1, M2, M3 ഇത് മൂന്നും തന്നിട്ടുണ്ട്. M1ൻ്റെ എത്രയാ? -0.34 വോൾട്ട്. ഓക്കെ, M2ൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. M2ൻ്റെ വാല്യൂ എത്രയാ? -3.05 വോൾട്ട്. M3യുടെ വാല്യൂ എത്രയാ? -1.66 വോൾട്ട്.
ഓക്കെ, ഓർഡർ ഓഫ് ദർ റെഡ്യൂസിങ് പവർ വിൽ ബി, ഇവരുടെ റെഡ്യൂസിങ് പവറിന്റെ ഓർഡർ എന്താണെന്നാ ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചിന്തിച്ചേ, ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് ഓക്സിഡേഷൻ പെട്ടെന്ന് നടക്കും. അവരെന്തായിരിക്കും? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അവരുടെ റെഡ്യൂസിങ് പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. മക്കളെ, ഇവിടെ ഏറ്റവും ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ? M2-ന്. ഓക്കെ ആണോ? എങ്കിൽ M2-നായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നത്. M2 ആയിരിക്കും ഏറ്റവും ശക്തി കൂടിയ റെഡ്യൂസിങ് ഏജന്റ്. M2-നായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നത്. M2 ആയിരിക്കും ഏറ്റവും ശക്തി കൂടിയ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ M2. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആരാ? M3. അത് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ആരാ? M1. ഇതായിരിക്കും അവരുടെ റെഡ്യൂസിങ് പവറിന്റെ ഓർഡർ. കിട്ടിയോ? ഓക്കെ അല്ലേ? M2-നായിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് M3 വരുന്നു, അത് കഴിഞ്ഞ് M1 വരുന്നു. M2, M3, M1 കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ 4-ലുണ്ട്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണേ? ഓപ്ഷൻ 3 നോക്കിക്കേ. ഓപ്ഷൻ 3 കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഓപ്ഷൻ 3 നേരെ തിരിച്ച് ആരോട് സൈൻ കൊടുത്തേക്കുന്നത്? ഓക്കെ ആണേ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? എളുപ്പമല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? When a rod of metal A is dipped in an aqueous solution of metal B, okay, the standard electrode potential are എയുടെയും ബിയുടെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെറ്റലിനെ ബി എന്ന് പറയുന്ന ഒരു മെറ്റലിന്റെ അക്വ സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എന്താ എയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ തരുന്നുണ്ട് A2+ ബാർ എ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ തരുന്നുണ്ട് -0.76 വോൾട്ട്. ഓക്കെ, ബിയുടെ കേസിൽ തരുന്നുണ്ട് B2+ ബാർ ബി. എത്രയാണെന്ന് കിട്ടും? +0.34 വോൾട്ട്. ഓക്കെ ആണേ മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ലോൺ എന്ന് പറയുന്ന കോഡ് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. എന്താ ലോൺ എന്ന് പറയുന്ന കോഡ് വെച്ചുകൊണ്ട് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ഓക്സിഡേഷൻ നടക്കും. അയാൾ ആനോഡാണ്. അയാളുടെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഉള്ള ആൾ ആരായിരിക്കും? ആനോഡായിരിക്കും. ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പം നമുക്ക് പറയാം എയിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഏതാ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറും? A2+ ആയിട്ട് മാറും. ഓക്കെ, ബിയിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? B2+ എന്ന് പറയുന്ന ആൾ 2 ഇലക്ട്രോണിനെ മേടിക്കും. ഇയാൾ എന്തായിട്ട് മാറും? ബി ആയിട്ട് മാറും. ഇത് രണ്ടുമാ ഇവിടെ നടക്കുന്ന റിയാക്ഷനുകൾ. അപ്പോൾ ഇതിനെ ഒരു സെല്ലായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? A+ B2+ gives A2+ B. ഓക്കെ, എ എന്ന് പറയുന്ന മെറ്റലിനെ ബി എന്ന് പറയുന്ന മെറ്റലിൻ്റെ അക്വ സൊല്യൂഷനിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ എ എന്ന് പറയുന്ന ആൾ അയണൈസ് ചെയ്തു. എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അയോണുകളായിട്ട് മാറി. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ബി എന്ന് പറയുന്ന ആൾ ഇലക്ട്രോണിനെ മേടിച്ച് എന്തായിട്ട് റിഡക്ഷൻ സംഭവിച്ചു? മെറ്റാലിക് സ്റ്റേറ്റിലോട്ട് മാറി. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോൾ മക്കളെ, ഇവിടെ ശരിക്കും നടന്നേക്കുന്നത് എന്താ? അതാ ഇത് ബി എന്ന് പറയുന്ന ഒരു മെറ്റലിൻ്റെ സാൾട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ബി മൊത്തം എന്തായിട്ട് ഇരിപ്പുണ്ട്? B2+ എന്ന് പറയുന്ന അയോണുകളായിട്ട് ഇരിപ്പുണ്ട്. ഇതിലോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കുന്നു? എ എന്ന് പറയുന്ന ഒരു മെറ്റലിനെ ഡിപ്പ് ചെയ്യുന്നു. എ എന്ന് പറയുന്ന ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഇത് എ എന്ന് പറയുന്ന മെറ്റലാണ്. ഇയാൾ മെറ്റാലിക് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എ മൊത്തം അയോണുകളായിട്ട് മാറും. ഇവിടെ ഇരിക്കുന്ന എ മൊത്തം എന്തായിട്ട് മാറും? A2+ എന്ന് പറയുന്ന അയോണുകളായിട്ട് മാറും. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ബി മൊത്തം എന്തായും? ഈ സൊല്യൂഷനകത്ത് ഇരിക്കുന്ന ബി മൊത്തം എന്തായിട്ട് മാറും? ബി എന്ന് പറയുന്ന മെറ്റാലിക് രൂപത്തിലോട്ട് മാറും. ഈ B2+ എന്ന് പറയുന്ന അയോണുകൾ ബി എന്ന് പറയുന്ന മെറ്റാലിക് രൂപത്തിലോട്ട് മാറും. അപ്പോൾ സമയം കഴിയും തോറും നമുക്ക് പറയാം എ എന്ന് പറയുന്ന മെറ്റലിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എ ഗ്രാജുവലി ഡിസോൾവ് ചെയ്യും എന്ന് പറയുന്ന ഓപ്ഷൻ A1 നോക്കുവാണെങ്കിൽ അത് കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി സമയം കഴിയും തോറും എയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ദാ ഇങ്ങോട്ടേക്ക് ഈ ബി എന്ന് പറയുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബി എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും? ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ബി വിൽ ഡിപ്പോസിറ്റ് ഓൺ എ എന്ന് പറഞ്ഞാൽ അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ നോ റിയാക്ഷൻ അല്ലേ? ഇവിടെ റിയാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. വാട്ടർ വിൽ ഡീകമ്പോസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതൊക്കെ പിന്നെ വേറെ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ ഇവിടെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എ വിൽ ഗ്രാജുവലി ഡിസോൾവ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ബി വിൽ ഡിപ്പോസിറ്റ് ഓൺ എ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. മക്കളെ, ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്.
ഇനി ഇവിടെ തന്നിരിക്കുന്ന ശരിക്കും ഇവിടെ നടക്കുന്ന കാര്യം എന്തുവാന്ന് പറയട്ടെ. ഈ പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാവും എ എന്ന് പറയുന്ന ആൾ സിങ്ക, ബി എന്ന് പറയുന്ന ആൾ ആരാ, ബി എന്ന് പറയുന്ന ആൾ കോപ്പറുവാ. അപ്പോൾ നമ്മളിതാ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഒരു ബീക്കറിലോട്ട് കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഒരു ബീക്കറിലോട്ട് ആരെ എടുത്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഇതാരാണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഓക്കെ, ഇതിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കുന്നു, ഒരു സിങ്ക് റോഡിനെ ഡിപ്പ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ആരെ ഡിപ്പ് ചെയ്യുന്നു, സിങ്ക് റോഡിനെ ഡിപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സിങ്ക് മെറ്റൽ മൊത്തം എന്തായിട്ട് മാറും, ദാ സിങ്ക് മെറ്റൽ മൊത്തം, സിങ്ക് മെറ്റൽ എന്തായിട്ട് മാറും, Zn2+, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആയിട്ട് മാറും. മക്കളെ ഇവിടെ ഇരിക്കുന്ന കോപ്പർ സൾഫേറ്റിനകത്തുള്ള Cu2+ അയോണുകൾക്ക് എന്ത് പറ്റും, ഇവർ 2 ഇലക്ട്രോണിനെ മേടിച്ച് കോപ്പർ മെറ്റലായിട്ട് മാറും. സോ സമയം കഴിയുന്തോറും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. സിങ്ക് മെറ്റലിൻ്റെ തിക്നെസ് കുറയും. സിങ്ക് മെറ്റലിൻ്റെ തിക്നെസ് എന്ത് ചെയ്യും, കുറയും. കാര്യം സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ മാറി ഇത് കളർലെസ് ആയിട്ട് മാറും. അതായത് കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ഫെയ്ഡ് ആവാൻ തുടങ്ങും. എന്നിട്ട് ഈ സിങ്ക് മെറ്റലിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കോപ്പർ മെറ്റൽ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം കറക്റ്റ് ആണെന്ന് ഇവിടെ പറയാൻ പറ്റും കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു ഇത് തന്നിട്ടില്ല. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. സോ 1ഉം 2ഉം രണ്ടും എന്താണ്, കറക്റ്റ് ആണ് എന്ന് ഓർക്കുക. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എത്താൻ നോക്കാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ടിവിറ്റി വിത്ത് വാട്ടർ അക്കോർഡിംഗ് ടു ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് പ്രകാരം വാട്ടറുമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റിയാക്ടിവിറ്റി എങ്ങനെയാണ് മക്കളെ? ഇതിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന ആളിനെ എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആണ്. നമുക്കറിയാം പൊട്ടാസ്യത്തിനെ നമ്മൾ മണ്ണെണ്ണയിലിട്ടാണ് സൂക്ഷിക്കുന്നത്. കാര്യം അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറുമായിട്ടൊക്കെ ഇയാൾ എന്ത് ചെയ്ത് കളയും, ചുമ്മാ കയറി അങ്ങ് റിയാക്ട് ചെയ്ത് കളയും. പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഹൈലി എക്സോതെർമിക് ആണ്, വിഗറസ് ആയിട്ടുള്ള റിയാക്ഷൻ. പൊട്ടാസ്യം ഭ്രാന്തമായിട്ട് വാട്ടറിനെ കണ്ടാൽ ഭ്രാന്ത് പിടിച്ച കണക്കാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഹൈലി എക്സോതെർമിക് ആയിട്ട് തീ പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ വാട്ടറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന ആളാരാ, പൊട്ടാസ്യം. ഇനി മഗ്നീഷ്യം എന്ന് പറയുന്ന ആളിനെ എടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം അത്യാവശ്യം കോൾഡ് വാട്ടർ ആയിട്ട് പോലും റിയാക്ട് ചെയ്യും. പൊട്ടാസ്യം കഴിഞ്ഞാൽ ആരാ, മഗ്നീഷ്യം. സിങ്ക് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമെങ്കിലും നമ്മൾ മഗ്നീഷ്യത്തിൽ കാണുന്ന അത്രയും റിയാക്ഷൻ ഒന്നും ആര് കാണാൻ പറ്റത്തില്ല, സിങ്കിൽ കാണാൻ പറ്റത്തില്ല. ഇനി കോപ്പർ എന്ന് പറയുന്ന ആളിന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ്, റിയാക്ടിവിറ്റി സീരീസിലെ ഹൈഡ്രജന് താഴെയാണ് കോപ്പർ വരുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പറിനായിരിക്കും ഇക്കൂട്ടത്തിൽ ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി. സോ കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പൊട്ടാസ്യം, അത് കഴിഞ്ഞ് മഗ്നീഷ്യം, അത് കഴിഞ്ഞ് സിങ്ക്, അത് കഴിഞ്ഞ് ആര് വരും, കോപ്പർ വരും. ഇത് കറക്റ്റായിട്ട് കാണിക്കുന്ന ഓപ്ഷൻ 1 നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, E0 values of Mg2+ bar Mg is -2.37 volt. Okay, Zn2+ bar Zn is -0.76 volt. Fe2+ bar Fe is -0.44 volt. Which of the following statement is correct? ഓക്കെ, അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ Mg2+ bar Mg ഇതിൻ്റെ E0 വാല്യൂ തന്നിട്ടുണ്ട് -2.37 വോൾട്ട്. ഓക്കെ, സിങ്കിൻ്റെ കേസിൽ തന്നിട്ടുണ്ട് Zn2+ bar Zn തന്നിട്ടുണ്ട് -0.76 വോൾട്ട്. ഓക്കെ, Fe2+ bar Fe തരുന്നുണ്ട്, ഇതെത്രയാ, -0.44 വോൾട്ട്. ഇത് ഇത്രയും തന്നിട്ടില്ലേ? എങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് മക്കളെ? നമുക്ക് ഈ തന്നിരിക്കുന്ന ആളുകൾ അവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അങ്ങ് അടുക്കി വെക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നോക്കിക്കോ, ഇതിൽ ഏറ്റവും നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാ? മഗ്നീഷ്യത്തിന്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കായിരിക്കും? മഗ്നീഷ്യം. ഏറ്റവും ശക്തി കൂടിയ റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും? മഗ്നീഷ്യം ആയിരിക്കും. ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളും ആരായിരിക്കും? മഗ്നീഷ്യം ആയിരിക്കും. അത് കഴിഞ്ഞ് ആര് വരും? സിങ്ക് വരും. അത് കഴിഞ്ഞ് ആര് വരും? അയൺ വരും. ഇങ്ങനെയാണ് ഇവരുടെ ഓർഡർ. കിട്ടിയേ? ഓക്കെ ആണ്. ഇനി നോക്ക്, സിങ്ക് വിൽ റെഡ്യൂസ് Fe2+. തീർത്തും ശരിയായിട്ടുള്ള കാര്യം. സിങ്കിന് Fe2+നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സിങ്ക് Fe2+നെ കഴിയും റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് സിങ്ക് ശക്തി കൂടിയ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സിങ്ക് വിൽ റെഡ്യൂസ് Mg2+. ഒരിക്കലും പറ്റില്ല. സിങ്ക് മഗ്നീഷ്യത്തിനെ കഴിയും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് അതൊരിക്കലും പറ്റില്ല. മഗ്നീഷ്യം ഓക്സിഡൈസസ് Fe. മഗ്നീഷ്യത്തിന് Fe ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. മഗ്നീഷ്യം Fe റെഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. ഇത് തെറ്റാണ്. സിങ്ക് ഓക്സിഡൈസസ് Fe തെറ്റാണ്. സിങ്കും എന്തിനെ Fe റെഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ ആണേ, ക്ലിയർ ആണേ? അപ്പോൾ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ
ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 കറക്റ്റാണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്രഷൻ റെപ്രസെൻറ്റിങ് സെൽ പൊട്ടൻഷ്യൽ ഈ സെല്ലീസ്. ഇത് ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കറിയാം. ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അല്ലെങ്കിൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ E0 സെല്ലാണ് വേണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്താൽ മതി. ഓക്കെ ആണെന്നറിയാമല്ലോ. അപ്പോൾ ഈ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, അലുമിനിയം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ Fe ബട്ട് അലുമിനിയം ഈസ് ലെസ് ഈസിലി കൊറോഡഡ് ദാൻ അയൺ ബിക്കോസ്. അലുമിനിയം എന്ന് പറയുന്ന ഒരാളിനെ എടുക്കുവാണെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ അയണിനെ കഴിയും മുകളിലാണ്. അലുമിനിയം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓക്സിജൻ ആയിട്ടായാലും മറ്റുള്ള ആളുകളുമായിട്ടായാലും ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട ആൾ ആരാ? അലുമിനിയമാണ്. എന്നാൽ പറയുന്നു ബട്ട് അലുമിനിയം ഈസ് ലെസ് ഈസിലി കൊറോഡഡ് ദാൻ അയൺ. എന്നാൽ അയണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലുമിനിയം കൊറോഷനിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. റേറ്റ് ഓഫ് കൊറോഷൻ നോക്കുവാണെങ്കിൽ, റേറ്റ് ഓഫ് കൊറോഷൻ സംഭവിക്കുന്ന അളവ് നമ്മൾ നോക്കുവാണെങ്കിൽ അയണിനെക്കാഴിയും കൊറോഷൻ സംഭവിക്കാനുള്ള കുറവ് അലുമിനിയത്തിന് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് മക്കളെ? അലുമിനിയം എന്ന് പറയുന്ന മെറ്റലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അലുമിനിയം ഓക്സിജനുമായിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് ഈ അലുമിനിയത്തിൻ്റെ സർഫസിൽ Al2O3 അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കും. ഓക്കെയാണേ? അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കും. ഓക്കെയാണോ? ഈ അലുമിനിയം ഓക്സൈഡിൻ്റെ കോട്ടിങ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കേസിൽ നമുക്ക് പറയാം ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ കോട്ടിംഗ് ഉണ്ടെന്ന് പറയാം. ഈ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ കോട്ടിംഗ് കാരണം ഫർദർ ഓക്സിഡേഷൻ നടക്കാൻ അലുമിനിയത്തിനെ ഈ ഓക്സൈഡ് ലെയർ അനുവദിക്കത്തില്ല. അതായത് ഇതിപ്പോൾ ഒരു അലുമിനിയം മെറ്റലാണെന്ന് വെച്ചോ. ഈ അലുമിനിയം മെറ്റലിൻ്റെ ഒരു സ്ട്രിപ്പ് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ മെറ്റലിൻ്റെ പുറത്ത് ആദ്യമേ ഇവിടെ ഇരിക്കുന്ന അലുമിനിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ആരുടെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കും? അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഇതിൻ്റെ സർഫസിലുണ്ടാക്കും. ഈ അലുമിനിയം ഓക്സൈഡിൻ്റെ കോട്ടിംഗ് ഈ നീല കളറിൽ നമ്മൾ കാണിച്ചേക്കുന്നത് എന്താ? അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയറാണ്. ഓക്കെ, ഈ ഓക്സൈഡ് ലെയർ അവിടെ ഉള്ളിടത്തോളം കാലം ഈ അലുമിനിയത്തിന് ഇനി മറ്റ് റിയാക്ഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കത്തില്ല? ഈ തന്നിരിക്കുന്ന ഓക്സൈഡ് ലെയർ അനുവദിക്കത്തില്ല. ഓക്കെ ആണോ? ഇതുപോലെ മഗ്നീഷ്യത്തിൻ്റെ കേസിലും ഉണ്ട് കേട്ടോ. മഗ്നീഷ്യത്തിൻ്റെ കേസിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുമേ. മഗ്നീഷ്യത്തിൻ്റെ സർഫസിൽ നമുക്കൊരു ഓക്സൈഡ് ലെയർ കോട്ടിങ് കാണാൻ പറ്റും. അതുകൊണ്ട് ആ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ടീച്ചർ ഇപ്പോൾ മഗ്നീഷ്യ റിബൺ ബേൺ ചെയ്യിക്കുന്നത് നമ്മളെ കാണിക്കാനാണെങ്കിൽ ആദ്യമേ മഗ്നീഷ്യ റിബണിനെ എടുത്ത് എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് അതിനെ ഒന്ന് ക്ലീൻ ചെയ്യും. എന്തിനു വേണ്ടിയാ? അതിൻ്റെ പുറത്തുള്ള ഓക്സൈഡ് ലെയർ കോട്ടിങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അലുമിനിയം അയണിനെക്കാഴിയും റിയാക്ടിവിറ്റി കൂടിയ ആളാണ്, പക്ഷേ അതിന് പെട്ടെന്ന് കൊറോഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഓക്സിജൻ ഫോംസ് എ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ. അലുമിനിയത്തിൻ്റെ പുറത്ത് ഓക്സിജൻ എന്ത് ചെയ്യും? ഒരു ഓക്സൈഡ് ലെയറിൻ്റെ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുക്കും. ഇത് മറ്റ് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ ആണേ? അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 3 ആണ്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റോങ്ലി സ്റ്റേറ്റഡ് അബൌട്ട് ഇലക്ട്രോകെമിക്കൽ സീരീസ്? ഇലക്ട്രോകെമിക്കൽ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ട് പറയുന്നത് എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, it is the representation of elements in order of increasing or decreasing standard electrode reductional potential. എന്താ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഓർഡർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് എലമെന്റ്സ് ഇൻ ദി അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എലമെന്റുകളെ അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് കമ്പയർ ദ റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റലുകളുടെ റിയാക്ടിവിറ്റിയെ തമ്മിൽ കമ്പയർ ചെയ്യത്തില്ലെന്ന്. തെറ്റാ. ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചിട്ട് നമുക്ക് മെറ്റലുകളിൽ റിയാക്ടിവിറ്റി കൂടുതലാരാ കുറവാരാ എന്നൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡസ് നോട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് കമ്പയർ ദ റിലേറ്റീവ്
റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ശരിയായേനെ കേട്ടോ. ഇറ്റ് കമ്പയർസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റുകളുടെ സ്ട്രെങ്തിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ ആര് സഹായിക്കാറുണ്ട്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് സഹായിക്കാറുണ്ട്. ഹൈഡ്രജൻ ഈ സെൻട്രലി പ്ലേസ്ഡ് എലമെന്റ്. ഈ ഹൈഡ്രജനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ നമ്മൾ ജനറലി ഇങ്ങനെ പറയുന്നത് ഹൈഡ്രജന് മുകളിലേക്ക് പോകുന്നതും ഹൈഡ്രജന് താഴേക്ക് വരുന്നത്. അതായത് ഹൈഡ്രജന് മുകളിലേക്ക് പോയാൽ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അവർക്ക് റിഡക്ഷൻ നടക്കാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. ഹൈഡ്രജനിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന് ഓക്സിഡേഷൻ നടക്കാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന രണ്ടാളുകളെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സോ 4ഉം എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ റോങ്ലി സ്റ്റേറ്റഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കത് ഓപ്ഷൻ 2 തെറ്റായ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് കമ്പയർ ദ റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ എന്നാണ് വരേണ്ടത്. സോ ഓപ്ഷൻ 2 ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, റോങ്ലി സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.